ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് റീഡിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല റീഡിങ്സ് കേൾക്കുന്ന ആൾക്കാരാണ്. ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്, മെയ് മന്ത് അങ്ങനെയാണ്. എല്ലാ എനർജീസും നമ്മൾ വളരെ സൂപ്പറായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ നെക്സ്റ്റ് 10 ഡേയ്സ്, 7 ഡേയ്സ്, 30 ഡേയ്സ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നില്ല. ഓക്കെ, പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഇത് പ്രഡിക്ഷൻസ് അല്ല ഉറപ്പായിട്ടും. പക്ഷേ ഇത് എനർജി റീഡിങ്സ് ആണ്. ഒന്നും നമ്മുടെ റിയാലിറ്റിയിൽ വരാതിരിക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന വേറൊന്നുമില്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ഹീൽ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, എന്ത് എനർജിയാണ് ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് എനർജി, അല്ലെങ്കിൽ എന്ത് ഏരിയയിലാണ് നമുക്ക് ഹീലിംഗ് എനർജി വരുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്, ഒരുപാട് സന്തോഷം, വെൽക്കം ബാക്ക്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗിവ് അവേയുടെ സാധനം വന്നെത്തിയതേ ഉള്ളൂ. നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ഞാൻ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഹീലിംഗ് വരുന്നതെന്ന്. ഓക്കെ, ഹീലിംഗ് വരുന്ന ഏത് ഏരിയയിലാണ്, എവിടെയാണ് ബ്ലോക്കേജസ് എന്താണ്, അതിൻ്റെ ഹീലിംഗ് എങ്ങനെയായിരിക്കും. കാരണം ബ്ലോക്കേജസ് ആണ്, കാരണം പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും വരില്ല, അല്ലെങ്കിൽ അത് നിങ്ങളുടെ എനർജി എല്ലാം നല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് എന്തൊക്കെയോ ഡിലേസ് ഉണ്ടെന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ ബ്ലോക്കേജസ് ഉണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ബ്ലോക്കേജസ് ഉള്ളതെന്ന് നോക്കാം. താങ്ക് യു സ്പിരിറ്റ്. ബ്ലോക്കേജസ് ഏതൊക്കെ ഏരിയയിലാണ്? വെൽബീയിങ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. വെൽബീയിങ്ങിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ പറഞ്ഞ പോലെ വെൽബീയിങ്. ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് വരും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു ഇഷ്ടക്കേടാണ്. കാരണം ചേഞ്ചസ് ആണ്, പല ഏരിയാസിൽ ചേഞ്ചസ് വരും. ഓക്കെ, പല സിറ്റുവേഷൻസിൽ ചേഞ്ചസ് വരും, പല ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് വന്നു പോവും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നല്ലതിന്, അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മളിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മൾ പറയാം ചില ചേഞ്ചസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുതിയൊരു ജോബ് സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരാൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കാണുമ്പോൾ, അങ്ങനെ പല കാര്യങ്ങളും ഓക്കെ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദി ബ്ലോക്കേജസ്. ട്രാൻസ്ഫോർമേഷൻ പറയുന്ന കേൾക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ സുഖമുണ്ട്, പക്ഷേ അത്ര ഈസി അല്ല ട്രാൻസ്ഫോർമേഷനിലൂടെ പാസ് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പലതും ചേഞ്ച് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആവുന്നുണ്ടാകും. ഈ ചേഞ്ച് എന്ന് പറയുന്ന കാര്യമേ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്കേജിനുള്ളൊരു റീസണാവും. ഫെർട്ടിലിറ്റിയുടെ കാർഡ് വരുമ്പം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ പറഞ്ഞ പോലെ നടക്കുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്കേജസ് ഉള്ളതായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഹീലാവുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ബ്ലോക്കേജസ് ഹീലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും പല പല പ്രോജക്ട്സ് മനസ്സിൽ ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ, ഐഡിയ മാത്രമേ ഉള്ളൂ, അതൊന്നും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനുള്ളൊരു ധൈര്യമോ ഒന്നും നമുക്കില്ല. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതും മുന്നോട്ട് വരാനുള്ള ധൈര്യം ഇല്ലാത്തതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്കേജ് തന്നെയാണ്. ഓക്കെ, ഫെർട്ടിലിറ്റിയുടെ കാർഡ് വരുമ്പോൾ നമ്മൾ പറയില്ലേ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജീസാണ്, പക്ഷേ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസ്, അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബ്ലോക്കേജസ്. ഓക്കെ, നമുക്കിതിനുള്ള എനർജീസ് ഉണ്ട്, നമ്മുടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇതിനൊന്നും നമുക്കത് കണ്ടിന്യൂസ്ലി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ റെഡിയല്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അടുത്തൊരു ബ്ലോക്കേജ്. പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ഇത് തന്നെയാണ്. ഓക്കെ, ടാലൻറ്റ്, നിങ്ങളുടെ പാഷൻ ആൻഡ് ടാലൻറ്റ്, നമ്മൾ പറയില്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മുടെ ടാലൻറ്റും പാഷൻസെല്ലാം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും.
നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഹൈ വൈബായിരിക്കും നമ്മുടേത്. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പം പല ആൾക്കാരും പലതും നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ചില ജോബിനൊക്കെ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ ബിൽസ് പേ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പം ഒട്ടുമേ കണക്റ്റഡ് ആവില്ല, പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മൾ സൈഡിൽ കൂടെ പോലും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമാണ്, പക്ഷേ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൺ അറ്റ് എ ടൈം അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങുക. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ടാലൻസ് പുറത്തോട്ട് വരുമ്പോൾ അതിലൂടെ നമ്മുടെ എനർജീസ് ബാലൻസ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് വൈബ് വരും, നമ്മുടെ എനർജിയിൽ ഒരു ഫ്ലോ വരും. ഓക്കെ, അതിലൂടെയാണ് ഈ പറഞ്ഞ പോലെ ബ്ലോക്കേജസ് റിമൂവ് ആവുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലെസ്സിങ്സ്, എന്തുകൊണ്ട് ഈ ബ്ലോക്കേജസ് വരുന്നത്, നമ്മുടെ ബ്ലെസ്സിങ്സ് അതുപോലെ വരില്ല എന്നല്ല, അത് തടഞ്ഞു വയ്ക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ വന്ന് ചേരില്ല. ഇതൊക്കെ വരുന്നുണ്ടെന്നൊക്കെയുള്ള പലതും ഇപ്പം ഞാൻ പറയുന്ന പല റീഡിങ്സിലെ പലതും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഓൺ ദ ഹൊറൈസണാണ്, വരുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ എവിടെ വരുന്നില്ലല്ലോ എന്ന് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളത്രയും എനർജറ്റിക്കലും ഒക്കെ ആയിരിക്കില്ല ഇതൊക്കെ റിസീവ് ചെയ്യാനായിട്ട്. ഓക്കെ, പലപ്പോഴും നമ്മളിൽ പല ആൾക്കാരുടെ മെയിൻ പ്രശ്നം റിസീവ് ചെയ്യാനുള്ള ഒരു എനർജിയുടെ ഒരു ഷോർട്ടേജാണ്. ഓക്കെ, നമുക്ക് ആ റിസീവിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതും ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ബ്ലോക്കേജസ്. ഫൈനലി സ്പിരിറ്റ് ഗൈഡ്സ്, അതെ, നിങ്ങൾ സറണ്ടർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സറണ്ടർ തന്നെ ചെയ്യുക. കാരണം അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ചില സമയത്തും പറയില്ലേ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് എടുക്കാൻ വിചാരിച്ചല്ല, പക്ഷേ ടാലൻറ്റ് ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീലായി കഴിയുമ്പം നിങ്ങളുടെ എന്താ പറയുക ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അപ്പം എന്താണ് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ധൈര്യക്കുറവ് എന്താണ് നമ്മുടെ എന്താ പറയുക തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കി അതിനായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, അതിലൂടെ മാത്രം നമ്മൾ പറയില്ലേ പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ആദ്യം റെഡി ആവണം. ഓക്കെ, നമ്മുടെ എനർജി വൈസ് നമ്മൾ റെഡി ആവണം. അപ്പോൾ ഇവിടുത്തെ കാർഡ്സിന് എനർജി വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും ചേഞ്ചസ് വരുന്നുണ്ട്, പാഷൻ ഉണ്ട്, ടാലൻസ് ഉണ്ട്. പലതും നമ്മൾ പറയില്ലേ വേണ്ട ഞാൻ ചെയ്താൽ ശരിയാവില്ല, അല്ലെ എനിക്ക് പറ്റിയതല്ല ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പലതും നമ്മുടെ റിയാലിറ്റിയിൽ ബ്ലെസ്സിങ്സ് ആയിട്ട് വരാത്തത്. അപ്പം നിങ്ങൾ പലരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോരോ ബ്ലെസ്സിങ്സ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ കൗണ്ട് ചെയ്യുക. നമ്മുടെ ലൈഫിൽ അതൊക്കെ വരട്ടെ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ഓക്കെ, നോക്കാം നമുക്ക് ഫർദർ എന്താ വരുന്നതെന്ന്. സ്പിരിറ്റ് നമുക്കറിയേണ്ടത് ഈ ബ്ലോക്കേജസ് ഇതൊക്കെയാണെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ സറണ്ടർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് നമ്മൾ ബ്ലോക്കേജസ്. ഇതെപ്പോഴത്തേക്കും നമുക്ക് ഹീലായി നമ്മുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ് വരും. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ ആക്ഷൻ എടുക്കണോ സ്പിരിറ്റ്? ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. Okay, Freya. I spend my time wisely. I only say yes when it's a holy hell yes. ഈ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ ഇത് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ്ലി നമുക്ക് 2-3 റീഡിങ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി നോയുടെ കേസ് വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു വേറൊരു കൺഫർമേഷനായിട്ടുള്ള കാർഡ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ യെസ് പറയുമ്പോൾ ഓക്കെ അത് എന്താണ് 100% അതൊരു യെസ് തന്നെ ആയിരിക്കണം. ഓക്കെ, അല്ലാതെ ഈ പറഞ്ഞ പോലെ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം പിന്നെ അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് യെസ് പറയുക, ഇങ്ങനത്തെ പരിപാടി നിർത്തുക. ഓക്കെ, കാരണം അത് നമ്മളുടെ ലൈഫിൽ ആക്ച്വലി അതൊരു ബ്ലോക്കേജ് ആയിട്ട് മാറും. പല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാർഡ് മാത്രമായിരുന്നല്ലേ തലവെന്ന് നോക്കാം. അടുത്തത് ലല്ല, ദ സെയിൻറ്റ് ഓഫ് സ്പോക്കൺ വേർഡ്സ്. എവ്രി വേർഡ് ഐ സേ ബിക്കം എ പ്രയർ. ഐ ആം ദ ഓഥർ ഓഫ് മൈ ഓൺ സ്റ്റോറി. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ 2 കാർഡ്സ് വരുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ തോട്ട്സ് വാച്ച് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഈ കാർഡ് ഈ റീഡിങ്സിലൂടെ എല്ലാം മാക്സിമം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സാണ് നമ്മുടെ റിയാലിറ്റി ആവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെഗറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്യാനുള്ളൊരു സാധനം ഞാൻ മാക്സിമം ഈ കാർഡ്സിലൂടെ ഇട്ട് തരാറില്ല. മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ റിയാലിറ്റിയിൽ പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ വരും.
അപ്പോൾ അത് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്കത്ര സുഖകരമായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, ഒരിക്കലും നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനെ പറ്റിയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ട്രൈ ചെയ്യുക. കാരണം അതിലൂടെ എന്താ പറ്റുന്നത്, നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര എനർജിയും ഭയങ്കര പവറാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അഫർമേഷൻസ് പറയാനും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ പറയാനായിട്ട് പറയുന്നത്. കാരണം ഓരോന്നിനും ആ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ എനർജിയും ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത്രയും എനർജി കൊടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എനർജി അനുസരിച്ച് തന്നെ നമ്മുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും വരും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഫർദർ നമ്മുടെ ബ്ലോക്കേജസ് സ്പിരിറ്റ് ഗൈഡ്സ് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് തരിക, എങ്ങനെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്ഷൻസ് ആണ്, മനസ്സിലായ നമ്മുടെ ലൈഫിലെ ബ്ലോക്കേജസിൻ്റെ റീസൺ നമ്മൾ തന്നെ, ആ ബ്ലോക്കേജസ് മാറ്റാനുള്ള ആൾക്കാർ നമ്മൾ തന്നെയാണ്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സിനെ സപ്പോർട്ട് എടുക്കുക. നിങ്ങൾ പലപ്പോഴും പറയില്ലേ മാക്സിമം നമുക്ക് തന്നെ ചെയ്യാം, ട്രൈ നോക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ സപ്പോർട്ട് എടുക്കുക. കാരണം അവരെപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളൊന്ന് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവർ 100 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി വെക്കും. ഓക്കെ, നമ്മുടെ മുന്നോട്ട് വെക്കും. അപ്പം അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിനെല്ലാം വിട്ടു കൊടുക്കുക, അവർ ആക്ട് ചെയ്യട്ടെ. കാരണം നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ചെയ്യും. അല്ല നമ്മൾ പറയാണ്ട് അവർ നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്യില്ല. ക്യൂൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ മദർ ചെയ്യുക. ഓക്കെ, പലപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ പല സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാവും, ലൈക്ക് നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം ഇവിടുത്തെ കാർഡ്സിൻ്റെ എനർജി 11 നമ്പർ. നിങ്ങൾ ആർക്കെങ്കിലും സ്പിരിറ്റ് ഇതെന്തിങ്ങനെ ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുക ചില സിറ്റുവേഷനിലെങ്കിലും നമ്മളെ കെയർ ചെയ്യുക. സെൽഫ് കെയർ. ഓക്കെ, സെൽഫ് കെയർ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിലിവിടെ ഒക്കെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ നടക്കും. ഓക്കെ, അപ്പം ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി. അതുപോലെ തന്നെ മണിയുടെ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെക്കുന്ന ടൈപ്പ് എനർജി നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഓക്കെ, അത് ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുക. കാരണം നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. കാരണം ഇവിടുത്തെ കാർഡ്സിൻ്റെ എനർജി പോലെ തന്നെ നമ്മുടെ വിചാരം നമ്മൾ അതിനകത്ത് ബ്ലോക്ക്ഡ് ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ പെട്ടു എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പക്ഷേ നമ്മൾ ലൈഫിലെ പല സിറ്റുവേഷൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ, അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ചിലൂടെ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലെ ആ ബ്ലോക്കേജസ് റിമൂവ് ആവുക. ഓക്കെ, പലതും നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു തോട്ട് പാറ്റേൺ വെച്ചിട്ടുണ്ടാകും, എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുള്ളൂ, സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അങ്ങനെയല്ല, ഓരോ കാര്യത്തിനും ഓരോ രീതിയുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ശരിയാണ് സ്ലോ ആയിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്, ഡിവൈൻ ടൈമിങ്ങിൽ എത്തുന്നത് തന്നെയാണ് നല്ലത്. ചില കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ലൈഫിൽ നടക്കേണ്ടതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതനുസരിച്ച് ആക്ഷൻ എടുക്കുക. ഓക്കെ, ഡിപ്പെൻഡ്സ്, അത് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ആ പെർസ്പെക്റ്റീവ് ചേഞ്ചിലൂടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ബ്ലോക്കേജ് റിമൂവ് ആണ്. 10 ഓഫ് കപ്സ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി, നമ്മൾ പറയില്ലേ, നമ്മുടെ പലരും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് മറന്നു പോകാറുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, അവർക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ റിയാലിറ്റിയിൽ ഒരുപാട് എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണം. അപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മാക്സിമം നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മൾ പൂർവികരുമായിട്ടുള്ള കണക്ഷൻസ് കീപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പോലെ ന്യൂ മൂൺ വരുന്ന സമയങ്ങളിൽ ഒരു ക്യാൻഡിലെങ്കിലും കത്തിച്ചെങ്കിലും വെക്കുക, അവർക്ക് വേണ്ടി അവരെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലെസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി ആക്ട് ചെയ്താൽ അത്രയും ബ്ലെസ്സിങ്സ് അവരുടെ കയ്യിൽ നിന്ന് വരും. അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചോളുക. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കാര്യമല്ല, അവർ നമ്മുടെ റിയാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ആയിരിക്കും. പക്ഷേ സ്ലോ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പം ബ്ലോക്കേജസ് ഈ പറഞ്ഞ പോലെ പല പല ഏരിയാസിലുണ്ടാകും. നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള ബ്ലോക്കേജസ് ഉണ്ടാകും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജസ് ഉണ്ടാകും. ഇതിനെല്ലാം നമ്മുടെ ചേഞ്ചസും നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ചസും നമ്മുടെ സെൽഫ് കെയർ റുട്ടീൻസും നമ്മളിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ തന്നെ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പല ആൾക്കാർക്കും സൊല്യൂഷൻസ് നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ ലൈഫ് സിറ്റുവേഷൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കുക.
ആക്ഷൻ എടുക്കുക, നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ ടാലൻറ്റിനെ ട്രസ്റ്റ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം വളരെ റെലവൻ്റ് ആണ്. നമുക്ക് നോക്കാം ഫർദർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈഫിലെ ബ്ലോക്കേജസും റിമൂവ് ചെയ്യാൻ. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ നമ്മൾ സ്നേഹം അല്ലെങ്കിൽ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. നമ്മൾ ആ ഒരു സിറ്റുവേഷന് എന്താ പറയുക, ഇഷ്ടത്തോടുകൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഇഷ്ടത്തോടുകൂടി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാ കാര്യത്തിനും നമ്മൾ എല്ലാ ആൻസേഴ്സും അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതിലൂടെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. നിങ്ങൾ ഭയം, കാരണം ഇവിടെ 5 പെൻറ്റക്കിൾസിലും ഈ പറഞ്ഞ പോലെ ഭയത്തിൻ്റെ എനർജി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ പേടിയെ മനസ്സിലാക്കുക. പേടി വരുമ്പോൾ അതിനെന്താ നമ്മുടെ സൊല്യൂഷൻസ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്താ ആഗ്രഹം, ഓക്കെ, അത് അങ്ങനെ തന്നെ മനസ്സിൽ സങ്കല്പിക്കുക റിയാലിറ്റിയിൽ വരാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എനർജീസ് കൊടുക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് അതിനെ വിട്ട് കളയരുത്. ഓക്കെ, നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻ, ഈശ്വര ഞാനും എൻ്റെ ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ സേഫാണോ അതോ നമ്മളൊക്കെ പെട്ടിരിക്കുകയാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരും സേഫാണ്. നമ്മുടെ ഓരോരുത്തരും ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ പലയിടത്തും നമ്മൾ എത്തുമ്പോഴത്തേനും നമുക്ക് തോന്നും നമ്മൾ റൈറ്റ് ടൈമിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റായി പോയി എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തേണ്ട പോലെ എത്താറുണ്ട്. ഡിവൈൻ റൈറ്റ് ടൈം ആയിരിക്കും. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് ഫൈനലി എന്താണ് സ്പിരിറ്റിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് നോക്കാം. ഫൈനൽ ഗൈഡൻസ്, നിങ്ങളുടെ ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഫൈനൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റെ നമുക്കറിയേണ്ടത് ബ്ലോക്കേജസ് റിമൂവ് ചെയ്യാനുള്ള ഫൈനൽ ഗൈഡൻസ് എന്തെന്നാണ്. ബ്ലോക്കേജസ് നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഫൈനൽ ഗൈഡൻസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Moderation. Is there something you know you should be eating? Try to eat mindfully and healthy. Although the fairy says that a little bit of what you fancy is fine. Okay, നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ കഴിക്കുന്ന ഫുഡ് വളരെ റെലവൻ്റ് ആണ്. ഓക്കെ, ഈസ് ദർ സംതിങ് നമുക്ക് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈറ്റിംഗ് ഹാബിറ്റ് മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാർക്ക് വെജിറ്റേറിയൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. ആക്ഷൻ എടുക്കുക കേട്ടോ, വെജിറ്റേറിയൻ ആവണമെങ്കിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ പറയില്ല ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നാളായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആക്ഷൻ എടുക്കുക. സോളിറ്റ്യൂഡ്, തിങ്ക് ഓഫ് ബീങ് എലോൺ ആസ് മീനിങ് യു ആർ ഓൾ വൺ ആൻഡ് ഇൻ ടോട്ടൽ ഹാർമണി വിത്ത് എവറിത്തിങ്. ദ ഗ്രേറ്റസ്റ്റ് ട്രഷേഴ്സ് ആർ those that wait silently during your quiet times. Wait silently. ഓക്കെ, ചിലത് ഞാൻ പറഞ്ഞില്ല ഡിവൈൻ റൈറ്റ് ടൈമാണ്, അത് തന്നെയായിരിക്കും കറക്റ്റ് സമയം. അതുപോലെ തന്നെ ചില ആൾക്കാരത്ത് പുറത്ത് പോയി കണക്ട് ചെയ്യാനാണ് പറയുന്നത്. പുറത്ത് പോയി കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഒരേ പാറ്റേൺ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് സിറ്റുവേഷനെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്ലോക്കേജ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എർത്ത് എനർജിയായിട്ട് കണക്റ്റഡ് ആവുക. കാരണം എല്ലാത്തിനെയും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ റൂട്ട് ചക്രയാണ്. അപ്പോൾ ആ റൂട്ട് ചക്രയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, പല കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നില്ല, പലതും ഇങ്ങനെ ചേഞ്ചിങ്ങും ചലഞ്ചിങ് ആയിട്ടൊക്കെയാണ് തോന്നുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ എന്താ പറയുക, ഒന്നുകിൽ കാട് അങ്ങനെയുള്ള സ്ഥലം, അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റുവാണെങ്കിൽ മണ്ണിൽ കൂടെ നടക്കുക. അതുപോലെ കടലിൻ്റെ തീരത്ത് പോവുക, അവിടെ മണ്ണിൽ കൂടെ നടക്കുക, കടൽ വെള്ളമായിട്ട് കണക്റ്റഡ് ആവുക. ഇതൊക്കെ നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ബേസുമായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നമ്മൾ വരും. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും അതിനുള്ള കോൺഫിഡൻസ് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വരും. ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് എന്താ റിസൾട്ട് വരുന്നത് നമുക്ക് അപ്പോൾ കാണാം എന്നുള്ള രീതിയിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറും. ഓക്കെ, ആ ഗ്രൗണ്ടിങ് എനർജി വരുമ്പോൾ തന്നെ
പിന്നെ ബിലീവ് ഇൻ മാജിക്, ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ദ മാജിക് ദാറ്റ്സ് ഓൾ അറൗണ്ട് ഇൻ നേച്ചർ. ദ ഫെയറി ഓഫ് ദ നോർത്തേൺ ലൈറ്റ്സ് സേ യു ആർ പാർട്ട് ഓഫ് നേച്ചർ, സോ യു ആർ മാജിക്കൽ ടു. നമ്മൾ ഓരോരുത്തരും മാജിക്കൽ ബീയിങ്സ് ആണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യണോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ എബിലിറ്റി ഉണ്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ റിയാലിറ്റിയിൽ വരും. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഏതാണ് മെത്തേഡെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുക. അതിലൂടെ റിസൾട്ട് ഉറപ്പായിട്ടും വരും. കാരണം നമ്മൾ ഓരോരുത്തരും മാജിക്കൽ ബീയിങ്സ് ആണ്, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ ടാലൻസിനെ പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ടും നമ്മുടെ പാഷൻ ചെയ്തതുകൊണ്ടും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക ബ്ലോക്കേജസ് നമ്മുടെ റിലേഷൻഷിപ്പിലായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ളതാണെങ്കിലും ഫൈനാൻസ് പരമായിട്ടുള്ള ബ്ലോക്കേജസ് ഇതിലെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അങ്ങനെ അത് മാത്രമല്ല, നമ്മൾ ഐ ആം ഓപ്പൺ ടു റിസീവ് ഓൾ മൈ ബ്ലെസ്സിങ്സ്. ഐ ആം ഓപ്പൺ ടു റിസീവ് ഓൾ മൈ ബ്ലെസ്സിങ്സ്. ഓക്കെ, ഫൈനലി ഒരു അഫർമേഷൻ കാർഡും കൂടെ എടുത്ത് നമുക്ക് റീഡിങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ആം ഓപ്പൺ ടു റിസീവ് ഓൾ മൈ ബ്ലെസ്സിങ്സ്. എന്തോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണേ. ഐ ആം ഓപ്പൺ ടു റിസീവ് ഓൾ മൈ ബ്ലെസ്സിങ്സ്. ഓക്കെ, ഇതിനൊക്കെ പഴക്കം കുറച്ചുണ്ട് ഗൈസ്. ഐ റെക്കഗ്നൈസ് എവറി ബ്ലെസ്സിങ്സ് നോ മാറ്റർ ഹൗ സ്മോൾ. ഗ്രാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഐ റെക്കഗ്നൈസ് എവറി ബ്ലെസ്സിങ്സ് നോ മാറ്റർ ഹൗ സ്മോൾ. ഓരോ ബ്ലെസ്സിങ്സിനും എന്താ പറയുക, നമ്മൾ ചെറുതാക്കി കാണുന്നില്ല, അത്രയേ ഉള്ളൂ. ഐ റെക്കഗ്നൈസ് എവറി ബ്ലെസ്സിങ്സ് നോ മാറ്റർ ഹൗ സ്മോൾ. ഐ ആം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയാണ്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു എനർജിയാണ്. ഓക്കെ, ഓൾറൈറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബ്ലോക്കേജസിനുള്ളൊരു സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യുക. ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് ആയിട്ടിരിക്കാനും സ്പിരിറ്റ് ഗൈഡ്സിന് നമ്മൾ പറയാം ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യാനും ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനും ഇമോഷണലി ചേഞ്ച് ആവാനും ഉള്ളതിനെല്ലാം നമ്മൾ ട്രൈ ചെയ്യാം. അതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്കേജസ് റിമൂവ് ആവുന്നത്. Alright, thank you so much for connecting. Lots of love and light. Take care. Bye.